നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയാന്ന് കണ്ടാലോ അത്ര കാര്യമായിട്ടൊന്നുമില്ല. ആകപ്പാട് റെഡ് ക്യാബേജ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് 2 പച്ചമാങ്ങയുണ്ട് കേട്ടോ. അതെന്താ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമാങ്ങ ഇവിടെങ്ങും പച്ചമാങ്ങ കിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തോടെ മോളെ മാങ്ങ കൊണ്ടുപോ, തേങ്ങ കൊണ്ടുപോ, ചക്ക കൊണ്ടുപോന്നൊക്കെ പറയുന്ന അമ്മമാർ ഇരിക്കുന്നു. ഇതൊക്കെ കൊണ്ടുവരാതെ വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ ഭേദം കൊള്ളുന്ന സാധനങ്ങളൊക്കെ പിറക്കിക്കൊണ്ട് വരുന്നില്ല. അപ്പൊ എന്തായാലും തന്റെ മാങ്ങ ഞാൻ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. മാങ്ങയുടെ മണം അടിച്ചപ്പോഴേ നമ്മളുടെ കുട്ടിപ്പട്ടാളം വന്ന് നേർന്ന് നിപ്പുണ്ട് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും ഈ മാങ്ങ, നാരങ്ങ ഇതുപോലുള്ള പുളിയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആഹാ, രണ്ടിന്റെയും നിപ്പ് നോക്കി എന്ത് പാവങ്ങളല്ലേ. അപ്പൊ അവർക്ക് എന്തായാലും മാങ്ങ കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മാങ്ങ എടുത്തിട്ട് മീൻകറി വെക്കാൻ പോവല്ല, ഇത് വെച്ചിട്ടൊരു മാങ്ങക്കറി വെക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ നാട്ടില് എന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മാങ്ങക്കറിയാണ് കേട്ടോ ഞാനിവിടെ വെക്കാൻ പോകുന്നത്. മറ്റു മാങ്ങക്കറിയായിട്ട് യാതൊരുവിധ ബന്ധമില്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. അപ്പൊ ദാണ്ട് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഈ മാങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മാങ്ങ നമുക്ക് ദാണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഉടച്ചിങ്ങനെ കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. ഇല്ലേ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോവേ. പിന്നെ വെള്ളമൊക്കെ ഒഴിക്കുന്ന മെനക്കേടായോണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി മാങ്ങാക്കറിക്ക് ആവശ്യമായ തേങ്ങ അരപ്പ്, അതായത് മഞ്ഞപ്പൊടിയും ചെറിയ ജീരകം ഇട്ടിട്ടുള്ള അരപ്പ് നല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് മാങ്ങ വേണമെങ്കിലും ചൂട് പോയി കഴിയുമ്പോൾ ഈ അരപ്പിന്റെ കൂടെ അരച്ചൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാം. പക്ഷെ ഇതാണ് ഒരു ടേസ്റ്റ്, ഒരു രസം. പിന്നെ കടുകൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ മാങ്ങാക്കറി ഇവിടെ സെറ്റാണ്. ഇനി നമുക്ക് അടുത്ത റെഡ് ക്യാബേജ് സെറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ അതിന്റെ വേണ്ടാത്ത പുറഞ്ചട്ടയൊക്കെ നമുക്ക് ഇങ്ങനെ വരിച്ച് കളയാട്ടോ. പിന്നെ അത്രയും ക്യാബേജ് വേണ്ടാത്തതുകൊണ്ട് നേരെ പകുതി എടുക്കുക. പിന്നെ അതിനെ കുനുകുനാ താണ്ട് ഇതുപോലെ അങ്ങോട്ട് അറഞ്ചം പുറഞ്ചും വെട്ടിയെടുക്കുക കേട്ടോ. ഒരു സവാളയും കൂടെ ആവാം. ഞാൻ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പൊക്കെ അതിന്റെ ഒപ്പം കടുക് വറുത്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു കടി കിട്ടുന്ന ഒരു രസമല്ലേ. അപ്പൊ ഞാനിവിടെ തോരൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ എന്റെ കെട്ടിയോന് ഈ റെഡ് ക്യാബേജ് ആണ് കേട്ടോ ഇഷ്ടം. നമ്മുടെ മറ്റു നോർമൽ ക്യാബേജ് ഇഷ്ടമേ അല്ല, അത് കഴിക്കാറുമില്ല ആളങ്ങനെ. അപ്പൊ എന്തായാലും നമ്മുടെ ലഞ്ച് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മത്തിയച്ചാറും കക്കയച്ചാറും നമ്മുടെ മാങ്ങാ പുളിശ്ശേരി, അതായത് നമ്മുടെ മാങ്ങാക്കറി, ഇതൊക്കെ കൂട്ടി താണ്ട പുള്ളിക്കാരൻ ഞാൻ ലഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടത് അച്ചാറൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടി കറികൾ ഉണ്ടാക്കിയ ലഞ്ച് കുശാലാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ കാണുന്നവരുടെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.